എന്റെ ജീവിതം തകർത്തിട്ട് മകളോളം പ്രായമുള്ള എന്നെ ഞാൻ അങ്ങനെ തൊരുത്തനല്ല. എനിക്കറിയത്തില്ല എന്നെങ്ങനെ ഏത് നേരത്തെ അരിഞ്ഞ് കുടിക്കാൻ തോന്നിയത് എന്റെ പുണ്യാളോ. അല്ല കുഞ്ഞ, ഏത് ചെകുത്താണ് എന്റെ അകത്ത് കയറിയത്? ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ വരാൻ വേണ്ടി ഞാൻ ഒന്നായി പറയണോ? ഒരേട്ടനെ പോലെ കരുതി കിടത്തി ഉറക്കാൻ വന്ന എന്നെ നിങ്ങൾ കയർ പിടിച്ചത്, കുതറി മാറിയപ്പോ കീഴ്പ്പെടുത്തിയത്, കരഞ്ഞപ്പോ വാപൊത്തിയത്, പിന്നെ കരുണയില്ലാതെ കടിച്ച കീറി. ഇനി അങ്ങനെ ഒന്നും പറയല്ലേ, ഞാൻ തകർന്നു പോവേ. അപ്പോൾ ജീവിതം തകർന്നു നിൽക്കുന്ന ഞാനോ? ചേട്ടായി, കട്ടപ്പന എത്തിയതേ ഉള്ളൂ, എന്നാലും ചുമ്മാ വിളിച്ചതാ. ചേട്ടായി, ചേട്ടായി. ആ, കട്ടപ്പന എത്തിയതേ ഉള്ളൂ, എന്നാലും വെറുതെ വിളിച്ചതാ. ചേട്ടായി അവിടെ തനിച്ചല്ലയോ? ചേട്ടായി ഉറങ്ങുമായിരുന്നോ? ചേട്ടായി ഉറങ്ങുവാണെങ്കിൽ വെച്ചോ, ഞാൻ കട്ടപ്പന ഇറങ്ങിയിട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഇനി ഉറക്കം കളയണില്ല, വീട്ടിലെത്തിയിട്ട് പയ്യെ വിളിക്കാം. വെക്കുവാണേ. അല്ലാതെ എന്നോട് തെറ്റ് പ്രവർത്തിച്ചതിനുള്ള കുറ്റബോധം കൊണ്ടല്ല. എല്ലാം ഓർത്ത് എനിക്ക് കുറ്റബോധം ഉണ്ട് കുഞ്ഞ്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് മാത്രം. ദാസ് പോയില്ലേ? ഡോക്ടർ ഹബീബുമായിട്ടൊന്ന് കൂടി, പിന്നെ പുള്ളിയുടെ ഫ്രണ്ട് വന്നു, കഥ പറച്ചിലായി, ചീട്ടുകളിയായി, നേരെ ഒരുപാടങ്ങ് പോയി. നീ ഉറങ്ങിയില്ലേ? അത് ഇദ്ദേഹം പോകാൻ ഒരുങ്ങിപ്പോ ഉണർന്നതാ. ഇനി ഉറക്കം വരുമെന്ന് തോന്നില്ല. ഇറ്റ്സ് ഓക്കേ, വല്ലപ്പോഴും കൂടി കഴിച്ചുകൊണ്ടായിരിക്കും. എന്നാലും ദാസ് ഇന്നലെ ഓവറായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ, അത് മതി. എന്നാൽ പിന്നെ ദാസ് ഇറങ്ങാൻ നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്. നമുക്ക് പകൽ കാണാം, എനിക്കും ഒന്ന് ഉറങ്ങണം. ദാസ്, nothing. Happy New Year again. എന്നാ സാറേ? കുളിക്കുമായിരുന്നു. എന്നാ സാറേ? ഞാൻ ഈ ഫ്ലാറ്റിൽ കഴിഞ്ഞ 2 വർഷമായി താമസിക്കുന്നു. എന്നിട്ടും
ഒരാഴ്ചയ്ക്ക് മുമ്പ് അറിയുന്നത് അന്ന് എന്നെ വിരട്ടിയ പെണ്ണും കിളവനും ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പിന്നെ അറിയുന്നത് താനും ഇവിടെയാ താമസിക്കുന്നതെന്ന്. ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അത് മനസ്സിലായി. സൗത്തിൽ ഈടെ തുടങ്ങിയ കല്യാണി സിൽക്സ് ഇയാളുടേതാണല്ലേ? വലിയ കടയാണല്ലോ. ആ, വരുന്ന 10-ാം തീയതി എൻ്റെ വൈഫിന്റെ ചേച്ചിയുടെ മോടെ കല്യാണമാണ്. പുതിയ കടയായതുകൊണ്ട് പുതിയ സെലക്ഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് പെണ്ണ് പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഞങ്ങളവിടെ വന്നായിരുന്നു. എന്തു പറ്റി? നീ ഏറായിട്ട് ഇന്നലെ കട വരുന്നില്ലായിരുന്നല്ലോ. ഒട്ടും സുഖമില്ലായിരുന്നു. ഇന്ന് തുറക്കുന്നില്ലേ? ഇന്ന് തുറക്കുന്നില്ല. പനിയാ. പനിയായിട്ടാണോ തലയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു നിൽക്കുന്നത്? എടോ, ഇപ്പോഴത്തെ പനി ഭയങ്കര പ്രശ്നമാ. ഓ, എന്ത് പ്രശ്നം? ശരീരം വല്ലാതെ ചുട്ടുകൊള്ളുമ്പോ ഇങ്ങനെ നനയണതൊരു സുഖമാ. ശരി, താൻ എന്ന് കട തുറക്കും? പറയാൻ പറ്റില്ല. എടോ, തനിക്ക് ഇപ്പോഴും ആ പഴയ ദേഷ്യനോട് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഉള്ള സത്യം പറയാമല്ലോ, അന്ന് ഞാൻ ഇത്തിരി വെള്ളത്തിലായിരുന്നല്ലോ. അതിന്റെ ഒരു പൊളപ്പാ കാണിച്ചത്. ഡ്രസ് എടുത്താൽ ഞാൻ കാശൊക്കെ തരും, പക്ഷെ ഡിസ്കൗണ്ട് തരണം. തന്റെ പെണ്ണുപിള്ള എവിടെയില്ലടോ? അവര് ഇന്നലെ അല്ല മെനയാന്ന് നാട്ടിൽ പോയി. ചുമ്മാതല്ല, നട്ടുച്ചയ്ക്കൊരു കുളിയും നനയും ഒക്കെ. പെണ്ണും പിള്ള വീട്ടിൽ പോയത് ആഘോഷിക്കേണ്ട ചുറ്റിക്കളി വല്ലതും ഉണ്ടോ? പുറത്ത് കാണുന്ന ആളല്ല ശരിക്കും താൻ. എന്താ അല്ലേ? അല്ല, കണ്ടാൽ ഒരു പാവം നാട്ടുംപുറത്തുകാരൻ, പക്ഷെ സിറ്റിയുടെ കണ്ണായ ഭാഗത്ത് വമ്പൻ ബിസിനസ്. ഇപ്പോ കച്ചവട തിരക്കുള്ള സമയത്ത് കടയടച്ച് വീട്ടിലിരിക്കുന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ? താനെന്താടോ ചൂടാവുന്നത്? തനിക്ക് പനിയുണ്ടോ? എന്താടോ ഞാൻ നിന്നെ പീഡിപ്പിക്കാൻ നോക്കിയതുപോലെ? ഇപ്പൊ പീഡനത്തിന്റെ കാലമാണല്ലോ. എടോ, താൻ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ? താൻ പിന്നെയും പേടിച്ചോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എടോ, തനിക്ക് വേണ്ടി വാദിച്ച ആ പെണ്ണില്ലേ, ആ കേണലിന്റെ മകളെ, അവൾ ആള് കൊള്ളാമല്ലടോ. കണ്ടാൽ ആർക്കും ഒന്ന് പീഡിപ്പിക്കാൻ തോന്നും. തനിക്കെങ്ങനെ തോന്നിയിട്ടുണ്ടോ? സാറെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലടവേ, ഞാൻ പിന്നെ ഒരു തമാശ പറഞ്ഞതല്ലേ. വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെയും വരാമെന്ന്.